ധന്യൻ ചൊൽകേട്ടേ
പ്രവാചകന്മാരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലക്കുന്ന കൈതാളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം വല്ലതാനും ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നതുമില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ധരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ആഹായി പാറയ്ക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗനായ പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്നും വ്യാപാരകാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ രണ്ടുപേർ ഭൂമിയിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും യാചിപ്പാൻ ഏക മനസ്സുള്ളവരായാൽ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ് പിതാവിൽ നിന്ന് അവർക്ക് അത് ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാമത്തിൽ 2 or 3 പേർ ഇവിടെ കൂടിയിരിക്കുന്നുവോ അവിടെ അവരുടെ ഇടയിൽ ഞാനും ഉണ്ട്. അപ്പോൾ കീഴ്പ്പാടുത്തിരുന്ന അദ്ദേഹത്തോട്: എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരൻ എന്നോട് കുറ്റം ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം വരെയോ എന്ന് ചോദിച്ചു. യേശുദമ്പുരാനോട് 7 വീതം 70 പ്രാവശ്യം എന്നല്ലാതെ 7 വരെ എന്നല്ല ഞാൻ നിന്നോട് പറയുന്നത് എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരിൽ നിന്ന് കണക്ക് കേൾപ്പാൻ മനസ്സ് വെച്ച രാജാവിനോട് സദൃശ്യമാകുന്നു. അവൻ കണക്ക് കേട്ടു തുടങ്ങിയപ്പോൾ 10,000 കവറിയും കടം വാങ്ങിയിരുന്ന അവൻ ഹാജരാക്കപ്പെട്ടു. കടം വീട്ടുവാൻ അവന് വകയില്ലാത്തതുകൊണ്ട് അവനെയും അവന്റെ ഭാര്യയെയും മക്കളെയും അവന്റെ സർവ്വസമ്പത്തിനെയും വിറ്റ് കടം തീർക്കുവാൻ യജമാൻ കൽപ്പിച്ചു. അപ്പോൾ ദാസൻ വീണ് വന്നിച്ചുകൊണ്ട്: പ്രഭു, എനിക്ക് ഒരു അവധി തരണമേ, ഞാൻ സർവ്വം തന്നു തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞു. ആ ദാസന്റെ യജമാൻ മനസ്സലിഞ്ഞ് അവനെ വിടുവിക്കുകയും കടം അവനെ ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു.
ഉണ്ടെങ്കിൽ ഞെക്കി എന്നോട് കടം വാങ്ങിയിരിക്കുന്നത് എനിക്ക് തരിക എന്ന് പറഞ്ഞു. ആ കൂട്ടുദാസനും എൻ്റെ കാൽക്കൽ വീണു, എനിക്ക് ഒരവധി തരണമേ, സർവ്വം തന്നു തീർത്തുകൊള്ളാമെന്ന് അപേക്ഷിച്ചു പറഞ്ഞു. എന്നാൽ അവനത് സമ്മതിക്കാതെ തന്നോട് കടം വാങ്ങിയിരുന്നത് കൊടുത്തു തീർക്കുമ്പോഴും അവനെ കാരാഗ്രഹത്തിലാക്കിച്ചു. ഈ ഉണ്ടായ സംഗതി കണ്ടപ്പോൾ സാദാസന്മാർ അത്യന്തം ദുഃഖിച്ച് വന്ന് ഉണ്ടായ സകലങ്ങളെ യജമാനെ അറിയിച്ചു. അപ്പോൾ യജമാൻ അവനെ വിളിച്ച് അവനോട്, കൃഷ്ണദാസ, നീ എന്നോട് അപേക്ഷിക്കാൻ ആ കടമില്ല ഞാൻ നിനക്ക് വിളിച്ചു തന്നുവല്ലോ. ഞാൻ നിന്നോട് കരുണ ചെയ്ത പ്രകാരം നീയും നിന്റെ സഹോദരനോട് കരുണ ചെയ്യേണ്ടത് ന്യായമില്ലായിരുന്നു എന്ന് ചോദിച്ചു. ആ യജമാനും കോപിച്ച് കടം വാങ്ങിയിരുന്നെല്ലാം കൊടുത്തു തീർക്കുമ്പോഴും അവനെ ദണ്ഡനാധികാരികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം കുറ്റം ക്ഷമിക്കാതെ ഇരുന്നാൽ സ്വർഗസ്വനായ എൻ്റെ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. ബാറക്കുമോർ ശൈലോ ും
ഈ ഉദാശയുടെ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സമയം സംസാരിക്കും. സഹോദരന്മാരെ, വത്സലരെ, മസിയായ പുതിയനോട് ക്ഷമിപ്പീൻ. ഞാൻ നിങ്ങളോട് പാപം ചെയ്തു പോയി. സ്നേഹത്തോടും ആത്മീയമായ ഐക്യത്തോടും പൈതൃകമായ സ്നേഹത്തോടും കൂടി ജാഗരൂകനായ ഇടയനെ പോലെ നിങ്ങളെല്ലാവരോടും ഞാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ മുമ്പാകെ നിലത്ത് കുമ്പിടുകയും ചെയ്യുന്നു. നിങ്ങളുടെ നിർവ്യാജ സ്നേഹത്തോട് ഞാൻ അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, വത്സലരെ, വരുവീൻ. ദൈവം നമ്മോട് രമ്യപ്പെടുവാൻ നമുക്ക് പരസ്പരം രമ്യമാകാം. പരിശുദ്ധാത്വത്തിന്റെ ബഹുമതിക്കായി ഞാൻ നിലത്ത് കുമ്പിടുന്നു. നിങ്ങളെല്ലാവരുടെയും സന്നദ്ധിയിൽ സങ്കട ഹൃദയത്തോടും പരിപൂർണ്ണ സാക്ഷിയോടും കൂടി നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉന്നതമായ ശബ്ദത്തിൽ നിങ്ങളോട് അട്ടഹസിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, വത്സലരെ, വരുവീൻ. നമുക്ക് പരസ്പരം ലഭ്യമാകാം. നിങ്ങൾ പരസ്പരം തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നാം എല്ലാവരും ദൈവം പ്രീതിപ്പെട്ട് നമ്മുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിപ്പാൻ വേണ്ടി അന്യോന്യം ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണം. ദൈവമായ കർത്താവ് എൻ്റെ പാപങ്ങളും നിങ്ങളുടെ പാപങ്ങളും ക്ഷമിച്ച് പരിഹരിക്കട്ടെ. ഈ വിശുദ്ധ നോമ്പിന്റെ പ്രാരംഭം അനുഗ്രഹീതമായി തീരട്ടെ. ഇതിന്റെ അവസാനം അനുഗ്രഹീതമായി തീരട്ടെ. തന്റെ ഇഷ്ടാനുസരണം അതിനെ അനുഷ്ഠിക്കുന്നതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിച്ച് തുണയ്ക്കട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ, അതായത് വിശ്വാസികളായ ക്രിസ്ത്യാനികളുടെ ശത്രുവായ സാത്താന്റെ കണികളെ നിങ്ങളുടെ മുമ്പിൽ അവൻ തകർത്തു കളയട്ടെ. നമ്മുടെ കർത്താവായ മെശിയ തന്റെ നോയമ്പിന്റെ അന്ത്യത്തിൽ അവനെ തോൽപ്പിച്ച് സാത്താനെ പിന്നിൽ പോവുക എന്നവനോട് പറഞ്ഞ പ്രകാരം അവന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമാതാവ് മറിയാമിന്റെയും സർവ്വപരിശുദ്ധന്മാരുടെയും സ്ലീഹന്മാരുടെയും പ്രാർത്ഥനയാൽ ശ്രീവാഴ് ശക്തിയാൽ നിങ്ങളെ കാത്ത് സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ
അവിടുത്തെ ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെട്ടു അംഗീകരിക്കപ്പെട്ടു
കരുണക്കാടലെ ഞാൻ നോക്കും ദേവതാരയാ എൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചയ്യോ കഴുകണമെന്റെ സോപായ പരിശുദ്ധ നോമ്പിന്റെ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നടത്തപ്പെടുന്ന ഈ ശുഭകോണ ശുശ്രൂഷയിൽ വേണ്ട എല്ലാ നേതൃത്വവും ആത്മീയ അനുഗ്രഹങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ച യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനമെത്രാപ്പൊലീത്തായ മാത്യൂസ് മാർ തിമോത്തിയോസിനോടുള്ള ഭക്തിയാദരവുകളും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹീതമായ ഒരു സന്ദേശം നൽകി നമ്മെ പ്രബുദ്ധരാക്കിയ ഗുരുക്കന്മാരുടെ ഗുരുവായ ബഹുമാനപ്പെട്ട യോശുവാച്ചനുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.